ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ബാത്റൂമിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചീര കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനല്ല ചെയ്യുന്നത്, പപ്പയാണ് ചീര കൃഷി ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. താഴെ നോക്കുമ്പോൾ എത്തുപൂരെ കുറച്ചേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ നമുക്ക് വീട്ടിലാവശ്യമായ ചീര കൃഷി നമുക്ക് തന്നെ വീട്ടിൽ കൃഷി ചെയ്തെടുക്കാം കേട്ടോ. ശുദ്ധമായ ചീര നമുക്ക് തന്നെ നട്ടുപിടിച്ചെടുക്കാം. നല്ല ചുവന്ന ചീരയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും വീട്ടിൽ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റേതായ ഇതിൽ കിട്ടില്ല എന്ന്. പക്ഷേ നല്ല വിളവെടുപ്പ് നമുക്ക് കിട്ടിയായിരുന്നു. അതും നല്ല ചുവന്ന ചീരയാണ്. നമുക്ക് മായമില്ലാതെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കാം. വളങ്ങളൊന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് ചാണകപ്പൊടി മാത്രം ചേർത്താണ് ഈ ചീര നമ്മളിവിടെ നട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ മഴക്കാലം അല്ലാത്തതുകൊണ്ട്, ചൂടുകാലം ആയതുകൊണ്ട് രാവിലെയും വൈകിട്ട് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം നനച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ആ ചീര എല്ലാം വാടിപ്പോവും. വാടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ എല്ലാവരും വീട്ടിൽ നട്ടുപിടിപ്പിക്കുക കേട്ടോ. വീട്ടിൽ സ്ഥലമില്ലാന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ എന്തിൽ വേണമെങ്കിലും നമുക്ക് ചീര കൃഷി ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള ചീര നട്ടുപിടിപ്പിച്ച് എടുക്കാവുന്നതാണ്. അപ്പം എല്ലാവരും ഇന്ന് തന്നെ, ഇപ്പം ചീര കൃഷിയുടെ സീസണാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇന്ന് തന്നെ ചീര നമ്മൾ കൃഷി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ചീര നല്ലതാണ് കേട്ടോ. ഒരുപാട് വിറ്റാമിൻസ് ഒക്കെ അടങ്ങിയ ഒരു പച്ചക്കറിയാണ് ചീര എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ചീര കൃഷി തുടങ്ങിക്കോളൂ കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ വളരെ വലിയ സ്ഥലമൊന്നും ആവശ്യമില്ല നമ്മൾ ചീര കൃഷി ചെയ്യുന്നതിന്. കുറഞ്ഞ സ്ഥലത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ കൃഷി ചെയ്ത് വിളവെടുക്കാവുന്നതാണ്. അപ്പോഴത്തേക്ക് എൻ്റെ പരിമിതമായ സ്ഥലത്ത് നിന്നുകൊണ്ടാണ്, ഇവിടെ വേറെ സ്ഥലമുണ്ട് എന്നാലും ആ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ചീരകൃഷി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നടുമ്പം തന്നെ ചാണകപ്പൊടി മിക്സ് ചെയ്ത് തന്നെ നടുക. കൃഷി വിത്ത് പാവുമ്പം തന്നെ ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വേണം നമ്മൾ ചീര നടേണ്ടത്. അപ്പോൾ നല്ല കളറിൽ, ചീരയുടെ ചുവന്ന കളറിൽ തന്നെ നമുക്ക് നല്ല വിളവെടുപ്പ് കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ ഇടയിൽ വരുന്ന കളകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പറിച്ച് മാറ്റേണ്ടതാണ് കേട്ടോ കൂട്ടുകാരെ. അപ്പം മാറ്റുന്നതനുസരിച്ച് വേറെ കീടബാധകളൊന്നും വരില്ല. അപ്പം അത് തടയാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കൃഷിത്തോട്ടത്തിൽ കളകളൊക്കെ പറിച്ച് മാറ്റേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ വളരെ നല്ലതായിട്ട് വിളവെടുപ്പ്. ഇതൊക്കെ പൊടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് നമ്മുടെ മനസ്സിനും കണ്ണിനും ഒക്കെ അല്ലേ. നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പച്ചക്കറികൾ നമുക്ക് കഴിക്കാം. മായം ചേരാത്ത, വിഷം കലരാത്ത പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ തന്നെ നട്ട് വളർത്തുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അപ്പം കൂടുതൽ കൃഷി വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ ഈ ചീര നടുന്നത് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഗോമൂത്രം തളിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ ഞാൻ ഇവിടെ നട്ടിക്കുന്നതിൽ വേറെ ഒരു സംഭവവും ഇട്ടിട്ടില്ല കേട്ടോ. ജസ്റ്റ് ചാണകപ്പൊടി മാത്രം നട്ടാണ് ഇതിനെ വളർത്തിയത്. പിന്നെ നനവ് എപ്പോഴും അത്യാവശ്യമാണ്. ഈ ചൂട് കാലം ആയതുകൊണ്ട് തന്നെ ചീര വാടിപ്പോകും. മറ്റുള്ള മരങ്ങളെ പോലെ അല്ലല്ലോ, ചീരയാണെങ്കിൽ പെട്ടെന്ന് ചൂടടിക്കുമ്പോഴത്തേക്ക് വാടിപ്പോകും. അതുകൊണ്ട് നമ്മൾ രാവിലെയും വൈകിട്ടും, വെയിലിന് മുന്നും വെയിൽ കഴിഞ്ഞിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈ ചീരയ്ക്ക് നല്ല പോലെ നനച്ചു കൊടുക്കണം കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ അതാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ അതിൻ്റെ കളകളൊക്കെ പറിച്ചു മാറ്റണം. കളകൾ നിൽക്കുകയാണെങ്കിൽ കീടാണുക്കളും ഉണ്ടാവും അതിൻ്റെ ഇടയിലന്ന്. അപ്പോൾ പരമാവധി കളകൾ വരാതെ പറിച്ചു മാറ്റുന്നത് ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ.
ഇത് നമ്മൾ ഇത്രയും സ്ഥലത്ത് നമുക്കൊരു 6-7 ദിവസത്തേക്ക് ഒരാഴ്ചത്തേക്കുള്ള കീര തന്നെ ഇതിനകത്തുണ്ട്. നമുക്ക് വേണമെങ്കിൽ പുറത്ത് വിൽക്കാൻ കണക്കിനുള്ള കീര ഇതിലുണ്ട് കേട്ടോ. കണ്ടാൽ കുറച്ചേ ഉള്ളൂ എന്ന് തോന്നുമെങ്കിലും ആവശ്യത്തിനുള്ള ചീര നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, ഇതിങ്ങനെ നോക്കുമ്പോൾ കുറച്ചേ ഉണ്ടോയെന്ന് തോന്നുള്ളൂ, പക്ഷേ ഇത് നല്ലതായിട്ട് നിൽക്കുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലേത് ഇന്ന് തന്നെ കൃഷി തുടങ്ങിക്കോളൂ. സ്ഥലപരിമിതി ഇല്ലെന്നും പറഞ്ഞ് ആരും വിഷമിക്കേണ്ട. ഒരു ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ പിന്നെ ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് വേണം എന്ത് ചെയ്യാം, കൃഷി ചെയ്യാം. നമ്മൾ വിചാരിച്ചാൽ എവിടെ വേണമെങ്കിലും കൃഷി നമുക്ക് ചെയ്യാവുന്നതാണ്. കൃഷി ചെയ്യാനുള്ള മനസ്സാണ് നമുക്ക് ആദ്യം വേണ്ടത്. ആരും മടിക്കരുത്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ കൃഷി തുടങ്ങിക്കോളൂ കൂട്ടുകാരെ. കൃഷിയാണ് നമ്മുടെ എന്താ പറയാൻ, നമ്മൾ നല്ല ആരോഗ്യത്തിന് നമ്മൾ സ്വയം കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമമെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ കൃഷി സ്റ്റാർട്ട് ചെയ്യൂ, കൃഷിയെ പ്രോത്സാഹിപ്പിക്കൂ. ഇപ്പോൾ ആർക്കും കൃഷിയൊന്നും ചെയ്യാനുള്ള സമയമൊന്നും വീട്ടിലില്ല അല്ലേ? എല്ലാവരും തിരക്കാണ്. അപ്പം അതിനിടയിൽ കൃഷി ചെയ്യാനുള്ള സമയം ഇല്ല. അപ്പം നമ്മുടെ വീട്ടിൽ ആവശ്യമായ പച്ചക്കറികൾ നമുക്ക് തന്നെ കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള വിഷമില്ലാത്ത മായമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് കഴിക്കാം. നല്ല മായമില്ലാത്ത പച്ചക്കറി കഴിക്കുന്നതിലൂടെ നമ്മുടെ നല്ല ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കാം. അപ്പം എല്ലാവരും മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും 1000 നന്ദി. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ വീഡിയോ നിർത്തുന്നു. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ.